ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കോയമ്പത്തൂർ വരെ ഒരു ചെറിയ യാത്ര പോവാണ്. നമ്മളിന്ന് പോകുന്നത് കോയമ്പത്തൂർ. നമ്മളെ വണ്ടി ബാക്കിൽ വരുന്നുണ്ട്. നമ്മൾ പോണ വേറെ വണ്ടിയിലായതുകൊണ്ട് നമ്മളെ ബൈക്ക് എൻ്റെ ഒരു കസിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിർത്തിയിട്ട് പോവാണ്. നമ്മളെ വണ്ടി അതിലല്ല സാറേ, ഇതില് നല്ല 1 നമ്പർ വണ്ടിയാണ്. ലക്ഷങ്ങൾ തോനെ എണ്ണി കൊടുത്ത് വാങ്ങിച്ചാണ്. അപ്പോൾ ഈ വണ്ടി കൊടുക്കുന്ന എൻ്റെ ഒരു കസിനാണ്, പേര് സലീം. കുഞ്ഞോനും നമ്മൾ വിളിക്കട്ടോ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതും എൻ്റെ കസിനാണ്, അവൻ്റെ പേര് ആബിദ് എന്നാണ്. അവൻ്റെ പേര് കുഞ്ഞോനും കേട്ടോ. വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെ ഒരു ഇതെല്ലായിടത്തും ഒരുപോലത്തെ പേര് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് കുറേ നേരം കേട്ടോ. അപ്പോൾ ഉച്ചയായപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ സ്ഥലം പാലക്കാട് മുണ്ടൂരടുത്ത് കാരയംകോട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കയറിയ കടയിൽ ഊണായിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുഡ് റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് ഫുഡ് കഴിച്ചു. സൂപ്പർ. അങ്ങനെ നമ്മൾ നല്ലൊരു മീൽസ് കഴിച്ചു കൊടുന്ന്. അപ്പൊ ഇതാണ് നമ്മള് ഫുഡ് കഴിച്ച ഹോട്ടല്. ഫുഡ് നല്ല ടോപ്പ്, നല്ല ഫുഡ്. അപ്പൊ ഈ റൂട്ടിൽ ഞാൻ ഇതുവരെ കണ്ടത് അച്ചാന്റെ ഫുഡായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇന്ന് കയറാണ് ഈ ഹോട്ടലില്. അതുക്കും മീതെ. അപ്പൊ നമ്മള് ഞങ്ങളുടെ കറക്റ്റ് പോണത്, നമ്മളിപ്പോൾ ഫസ്റ്റ് പാലക്കാട് ടൗണിലാണ്. റോഡ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കോയമ്പത്തൂർ പോകും. കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ നൈറ്റ് ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ റോഡ് അതായത് തമിഴ്നാടിന്റെ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി ഏറ്റവും വാണിജ്യ തലസ്ഥാനം ചെന്നൈയാണ് മെയിൻ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള കോയമ്പത്തൂര് ടെക്സ്റ്റൈൽ മേഖല അടക്കി വരയ്ക്കുന്ന ഈ റൂട്ടിലാണ് നമ്മൾ വാഹനം പോവാം. അപ്പൊ അതും കൂടി നമുക്ക് നൈറ്റിനൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നല്ല നല്ല വീഡിയോയും വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പാലക്കാട് എത്തിയിട്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് ലോഡ് ഇറക്കാനുണ്ട്. കയർത്ത് പണ്ടാറടങ്ങിട്ടോ. നല്ല ചൂടാണ്. പാലക്കാടാണ്. എത്ര ഡിഗ്രി ഉണ്ടാവും. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോട്ടർമാർ വരാൻ കുറച്ച് വൈകി. അങ്ങനെ കുറച്ച് സമയം അവിടെ പോയി. അങ്ങനെ അവരൊന്ന് ഇറക്കി. ഈ ഇടക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇത് മുടിഞ്ഞ വെയിറ്റ് ആട്ടോ. ഞാനത് കണ്ടപ്പോൾ ഒറ്റക്ക് താകുന്ന കണ്ടപ്പോൾ കരുതി വലിയ കനമൊന്നും ഇല്ലാന്ന്. പക്ഷെ അത് വെയിറ്റ് എന്തോരമുണ്ടെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഐറ്റംസുമായിട്ട് ഇവിടുന്ന് കുറച്ച് എടുക്കാനുണ്ട്. അതെല്ലാം എടുത്തിട്ട് നമ്മൾ കോയമ്പത്തൂർ പോവാണ് ഇപ്പോൾ. അപ്പോൾ കുറേ നേരം യാത്ര ചെയ്തപ്പോൾ നമുക്കൊരു ഇടക്കാലാശ്വാസത്തിന് വേണ്ടി ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. മുരുകൻ വെട്ടി ഷോപ്പ്. അങ്ങനെ നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ ഈ റോഡ് പോവാണ്. അപ്പോൾ ബാക്കി അടുത്ത വ്ളോഗിൽ.